ഹലോ, വെൽക്കം ബാക്ക് അഗെയിൻ. എല്ലാ സുഹൃത്തുക്കൾക്കും ടോപ്പ് ട്രാവലേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കന്യാകുമാരിയിലാണ്. സൂര്യോദയം കാണാൻ വേണ്ടി എല്ലാവരും വെയിറ്റിങ്ങിലാണ്. ഏതാനും നിമിഷങ്ങൾക്കകം സൂര്യൻ ഉദിച്ചുയരും എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും കാത്തിരിക്കുകയാണ്. അങ്ങനെ സൂര്യോദയത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ സഹയാത്രിയുടെ റൂമിൽ നിന്ന് വന്നതേ ഉള്ളൂ. അവർ ഇച്ചിരി ലേറ്റായിപ്പോയി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ചുറ്റി കിടന്ന് കണ്ടു അവിടുത്തെ കച്ചവടങ്ങളും കാര്യങ്ങളും. ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കച്ചവടങ്ങളുണ്ട്, പ്രത്യേകിച്ചും കുട്ടികൾക്ക് പറ്റിയ കളിപ്പാട്ടങ്ങളൊക്കെ. പല സൈസിലുള്ള ശംഖുകൾ വിൽക്കുന്ന ആളിനെ കണ്ടോ, ഇടംപിരി ശംഖ്, വലംപിരി ശംഖ്, അങ്ങനെയൊക്കെ. ശംഖിൻ്റെ വിലയൊക്കെ കേട്ടാൽ ഞെട്ടിപ്പോവും. 450, 750 ആ ഒരു റേഞ്ചിലൊക്കെയാണ് പല പല ശംഖ്. പല മോഡൽ ശംഖുകളുണ്ട്, ഇടംപിരി ശംഖ്, വലംപിരി ശംഖൊക്കെ. അപ്പോൾ എല്ലാത്തിനും ഓരോരോ പ്രത്യേകതകളൊക്കെ ഉണ്ട്. നോർത്ത് ഇന്ത്യൻസാണ് കൂടുതലത് വാങ്ങാറ്. സാധനങ്ങളൊക്കെ നിരത്തി വെച്ച് അതിൻ്റേതായ രീതിയിൽ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. വിലകളും കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കാൻ നിന്നില്ല, കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ വിടത്തുമില്ല. വലുതായിട്ട് നമ്മൾ ഒരുപാട് ക്യാൻവാസ് ചെയ്ത് നമ്മളത് വാങ്ങിപ്പിക്കും. ഈ ഒരു സംഭവം പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ വീട്ടുകളിൽ ഒക്കെ ഈ ഡോറിൻ്റെ ഭാഗത്തൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിവിടെ ചെറുതിന് 60 രൂപയും വലുതിന് 130 രൂപയാണ്. അങ്ങനെ കന്യാകുമാരിയിലെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് എല്ലാവരും ബാഗേജൊക്കെ ആയിട്ട് വരുന്നുണ്ട്, വണ്ടിയിൽ കയറുന്നു. അപ്പോൾ ഏകദേശം 11 മണിയോടുകൂടി ഞങ്ങൾ കന്യാകുമാരിയിലെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഇനി നേരെ ഞങ്ങൾ പോകുന്നത് പത്മനാഭപുരം പാലസിലേക്കാണ്, തക്കല. ഏകദേശം ഒരു 9 മണിയോടുകൂടി ഇവിടുന്ന് തിരിക്കാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നെ 1-2 പേര് പർച്ചേസിങ്ങിനായിട്ട് പോയിട്ട് ഇറങ്ങി തിരിച്ച് വന്നപ്പോഴത്തേക്ക് സമയം ലേറ്റായി. പനങ്കരിക്ക് കുടിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് ഒരുപാട് പേര് വണ്ടിക്കകത്തിരുന്നുണ്ട്. ഇന്നലെ മുതലേ പറയുന്നത് പനങ്കരിക്ക് വേണം, പനങ്കരിക്ക് വേണം. അങ്ങനെ കരിക്കും പനങ്കരിക്കും എല്ലാം കൂടെ ഉള്ളിടത്ത് നോക്കി ഒരിടത്ത് വണ്ടി നിർത്തി. ഏകദേശം നാഗർകോവിലൊക്കെ കഴിഞ്ഞ് അവിടെയാണ് ഒരു കരിക്ക് വെട്ടി എനിക്ക് തരുന്നുണ്ടാവില്ല. പക്ഷേ കരിക്കിന് പറയത്തക്ക മേന്മയൊന്നും പറയാനില്ല, കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഇളനൊങ്ക്, അത് 70 രൂപയാണ് ഒരു ഗ്ലാസ്സിന് തരുന്നത്. എല്ലാവരും ഓരോ കരിക്ക് വെട്ടി കുടിച്ചു. കാരണം കേരളത്തിലെ കൂട്ടല്ല, കേരളത്തിലിപ്പം മഴയാണെങ്കിലും ഓടിച്ച് ചൂടാ. ഒരു കരിക്കിന് 50 രൂപ വെച്ചാണ് വിൽക്കുന്നത്. 2 സൈസ് കരിക്കുണ്ട്, നാടൻ കരിക്കും ചെങ്കരിക്കും ഉണ്ട്. അങ്ങനെ ഏകദേശം 12:50 ഞങ്ങൾ പത്മനാഭപുരം പാലസിലെത്തി. ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യാനുള്ള സമയമായി, കാരണം അവർക്ക് ലഞ്ച് ടൈമാണ്. അതുകൊണ്ട് എല്ലാവരും ഓടിപ്പോയി ടിക്കറ്റ് എടുത്തു. കൊട്ടാരത്തിലെ കാഴ്ചകളും ചിത്രീകരിക്കാനുള്ള പെർമിഷൻ ഇല്ല, അതുകൊണ്ട് ഞാൻ 1-2 സ്റ്റിൽസുകളാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ക്യാമറ ഉപയോഗിക്കാനുള്ള പ്രത്യേക പെർമിഷൻ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമുക്ക് ടിക്കറ്റിൻ്റെ കൂടെ കിട്ടും. പക്ഷേ അതിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്നാണ് നമുക്ക് അകത്തുനിന്ന് കിട്ടിയ റിപ്പോർട്ട്.
അങ്ങനെ കൊട്ടാരത്തിലെ അകത്തുള്ള കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി നമ്മൾ പോകുന്നത് തൃപ്പരപ്പ് വാട്ടർഫാൾസിലേക്കാണ്. അതിനു മുമ്പ് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ കയറി ഉച്ചഭക്ഷണം കഴിക്കണം. ഉച്ചഭക്ഷണം കഴിക്കാനായി അഴകിയ മണ്ഡപത്താണ് കയറിയത്. അഴകിയ മണ്ഡപത്ത് ലൊക്കേഷൻ എന്നു പേരുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ. വെറൈറ്റി പേരല്ലേ. ഈ റെസ്റ്റോറൻറ്റിൽ ഞാൻ നേരത്തെ ഇതുവഴി പോകുമ്പോൾ കയറിയിട്ടില്ല, കണ്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അധികം റെസ്റ്റോറൻറ്റുകൾ തിരക്കി നടക്കാതെ ഇവിടെ തന്നെ ഡയറക്റ്റ് വരാൻ പറ്റി. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള റെസ്റ്റോറൻ്റാണ്. പിന്നെ ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലാണ്. അങ്ങനെ ഉണ്ടായിരുന്നു. സൂപ്പർ. ഈ ഹോട്ടലിൽ ഇനി ആരെ വിളിച്ചോണ്ട് വന്നാലും നല്ല മീൻ കറി എല്ലാം നല്ല. ഇവിടെല്ലാം ഫ്രഷ് മീനൊക്കെ കിട്ടും. നല്ല മീൻ കറി. എല്ലാവരും ഹോട്ടലിനെ പറ്റി വളരെ നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. എനിക്കും മറിച്ച അഭിപ്രായങ്ങളൊന്നുമില്ല. വളരെ നല്ല ഫുഡായിരുന്നു, നല്ല സർവീസായിരുന്നു. അങ്ങനെ നമ്മൾ തൃപ്പരപ്പ് വാട്ടർഫാൾസിൽ എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായ കാഴ്ച. വെറും 10 രൂപ കൊടുത്തൊരു ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ മനോഹരമായ കാഴ്ചയും കാണാം, കുളിക്കുകയും ചെയ്യാം. തൃപ്പരപ്പ് വാട്ടർഫാൾസിൽ വളരെ മനോഹരമായ അനുഭവമാണ്. ആരും മിസ് ചെയ്യരുത്. സുഹൃത്തുക്കളെ, എൻ്റെ ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി എന്നെ അറിയിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.